എന്തായാലും അഞ്ജലി വളരെ കോൺഫിഡന്റ് ആണ്. ഉറപ്പായിട്ടും ആ ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ട്. അതെ, ഞാൻ തീർച്ചയായും ജയിക്കും. അതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടെൻഷൻ വേണം, ജയിക്കും എന്നുള്ളത്. ശരി, എടാ ഈ മൈൽ സ്റ്റോണിൽ നിന്ന് രമ്യ വന്നിട്ട് ആർക്കെങ്കിലും കൈനീട്ടം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്തോ തരുമെന്ന് പറഞ്ഞു. എന്തായാലും ഇലക്ഷനിൽ നിന്നിട്ട് കുറെ കാശ് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു 101 രൂപ നിന്റെ പോസ്റ്റ് അടിച്ചിട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ നാണയമാണ് എനിക്ക് വരേണ്ടത്. അത് ഇപ്പൊ ചേച്ചിയുടെ 50 പൈസയുടെ ഉണ്ടോ, അല്ലെങ്കിൽ 1 റുപ്പിയുടെ ആണോ, അല്ലെങ്കിൽ 25 പൈസയുടെ ഉണ്ടെങ്കിൽ എനിക്കത് ഏറ്റവും ഈ വീട്ടിലെ കുറഞ്ഞ നാണയം എനിക്ക് വേണം. തപ്പണല്ലോ, അത് കണ്ണാടി വെച്ച് തപ്പേണ്ടി വരും. ആണോ? തപ്പുന്ന ഏരിയയിലുള്ളതിൽ ആണോ? അല്ല, എന്റെ ഏറ്റവും ഇപ്പൊ ഇരിക്കുന്നത് 1 രൂപ കോയിനാണ്. ഒന്ന് അതാണല്ലേ. അപ്പൊ എന്നാ അവിടെ ഞാൻ അത് വാങ്ങുമ്പോ ചേച്ചി ഇന്ത്യൻ മണിയല്ല, ഡോളേഴ്സ് ആണ്. ഉറക്കപ്പിച്ചിലായതുകൊണ്ട് നിനക്ക് മറ്റൊരു സർപ്രൈസ് തരുവാണ്. നീ പ്രാർത്ഥിച്ച് എന്താന്ന് വെച്ചാൽ അതിനോട് പറഞ്ഞോ. ഹലോ ഹലോ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. രാധയോട് എന്താ പ്രാർത്ഥിക്കാനുള്ളേ പറഞ്ഞോ. രാധ എനിക്ക് എല്ലാ ഐശ്വര്യം. എന്റെ പായസം പായസം ഇന്നത്തെ രാത്രി ആയതുകൊണ്ടോ പായസം എല്ലാം? ഞാൻ എനിക്കിങ്ങനെ രാത്രി മാറിയൊന്നുമില്ല. പായസം എപ്പോഴാണ് ഈ ഒരു പായസം പാടിയില്ലേ? അല്ല, രാവിലെ തുടങ്ങിയാ പിന്നെ നമ്മള് രാത്രിയിലത്തേക്കും നിക്കത്തില്ല പായസം. അത് കുടിച്ചുകൊണ്ടേയിരിക്കും. ഈ ശ്രീകൃഷ്ണൻ വീട്, ഈ വീട് അന്ന് കുറെ പേര് ചേച്ചിയുടെ അടുത്ത് ഹോം ടൂർ ഒക്കെ ചോദിച്ചത്, ഞങ്ങൾ ഉൾപ്പെടെ ചോദിച്ചതാണ്. പക്ഷെ ചേച്ചി അന്ന് സമ്മതിച്ചില്ല. ഇപ്പോഴും ആരെങ്കിലും ഞാൻ സമ്മതിച്ചിട്ടില്ല. ബട്ട് വാട്ട് എവർ ഐ ഹാവ് ഷോൺ യു, ഇതുവരെ ഉള്ളതേ ഞാൻ ഇനി അനുവാദം ഉള്ളൂ. ആര് വന്നല്ല, ആരും വന്നിട്ടില്ല. ഇല്ല. അപ്പൊ സത്യം പറഞ്ഞ മൈൽ സ്റ്റോണിനാണ് ആദ്യമായിട്ട്. അത് ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങൾക്ക് വീടെന്ന് ഒന്നുമല്ല, നമുക്ക് ചേച്ചി നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആണ്. മൈൽ സ്റ്റോണിന്റെ എന്തൊരു കാര്യത്തിനുണ്ടെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചേച്ചിക്ക് ഒരു ഫോൺ ഉണ്ടാവും. ചേച്ചിയെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് വിഷുവിന്റെ നമ്മൾ ഇങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനങ്ങൾ തരണം എന്നുള്ളപ്പോ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സന്തോഷം ചേച്ചിയുടെ കൂടെ വന്ന് ഷെയർ ചെയ്ത് തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ വീടൊക്കെ വേറെ വെക്കണ്ടേ? ഇനിയോ? ഇനി മതി. 60 വയസ്സ് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ 60 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീട് വെച്ചത് തന്നെ വലിയൊരു ഭാഗ്യം. അതാ എന്റെ കൃഷ്ണന്റെ അടുത്ത് തന്നെ ഒരു അമ്പലത്തിന്റെ അടുത്താണ്. അപ്പൊ അതന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ്. ഇല്ല ചേച്ചി, ഇനിയും വീട് വെക്കാം. ബൈറ്റ് ഹോംസ് ഫോർ വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് സുഖമായിട്ട് വേറെ വീട് വെക്കാം. 50% പൈസക്ക് വീട് വെക്കാം. നിങ്ങൾക്കൊക്കെ വീട് വെക്കാം. എല്ലാരും സുഖിക്കാം. ബൈറ്റ് ഹൗസ് ഫോറിൽ പോയാൽ മതി. 50% പൈസ കൊടുത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 50% നമ്മൾ 50 തവണകളായിട്ടാണ് ബാക്കി അടച്ചു കൊടുക്കുക. അങ്ങനെ പിന്നെ ലൈവായിട്ട് നമുക്ക് ഫോണിൽ അവരുടെ ആപ്പ് ഉള്ളതുകൊണ്ട് ലൈവായിട്ട് സൈറ്റിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്ഡേഷൻസ് എല്ലാം നമ്മൾ നേരിട്ട് പോകണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അവരുടെ സ്റ്റാഫ് പോയിട്ട് അതെല്ലാം മാനേജ് ചെയ്തോളും. അപ്പൊ ചേച്ചി പൈസ ഇത് അങ്ങനെയൊന്നും വിചാരിക്കണം. ഇനി ചേച്ചിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ടു, ഇവിടെ ഒരു വീട് കൊള്ളാലോ, കുറച്ച് നാളൊക്കെ എന്നാ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ ഫ്രം വില്ല ടു ഫ്ലാറ്റ്, പിന്നെ ഫ്ലാറ്റ് ടു വേറെ എന്തെങ്കിലും, പിന്നെ വില്ല, പിന്നെ മാൻഷൻ. അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ. സൂപ്പർ ഡ്യൂപ്പർ നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ടിരിക്കട്ടെ. നല്ല ഭംഗിയുള്ള സെറ്റ് സാരി, അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ പൊട്ടും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അതെ അതെ, പൂവും ചൂടിയിട്ടുണ്ടല്ലോ അല്ലേ? വേണോ വേണ്ടെന്ന് എനിക്ക് ഇച്ചിരി കിട്ടി അമ്പലത്തിൽ നിന്ന്. ഈ ചേച്ചി അമ്പലം പറയുന്ന വോക്കബിൾ ഡിസ്റ്റൻസ് ആണോ? അത്ര അടുത്താണ്. ഓക്കെ. ഇവിടെയൊക്കെ നിറയെ ഇവൊക്കെ ഫാമിലി ഒക്കെ ഉള്ള വീടാ അല്ലേ? എല്ലാരും താമസമുള്ള ആൾക്കാരാണ്. ഇപ്പുറത്തെ ലെയിൻ ഫുൾ വില്ലാസ് ആണ്. ഫുള്ളി ഓക്യുപ്പൈഡ് ആണല്ല. ഇപ്പുറത്ത് ഇനി കുറച്ചുകൂടെ ലാൻഡ് ഉണ്ട്. സോ പീപ്പിൾ ബൈ. ഇത് പ്രൈവറ്റ് ആയിട്ട് അവര് വാങ്ങിച്ചിട്ട് അവര് വെക്കുന്നതായിട്ടൊക്കെയാണ്. ഇത് പിന്നെ ഓൾറെഡി റെഡി ടു മൂവ് ഇൻ ആയിരുന്നതുകൊണ്ട് ഇറ്റ് വാസ് ഈസിയർ ഫോർ മീ. പക്ഷെ പുതിയ വീടാ, അതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഞാനിപ്പോ വന്നു കഴിഞ്ഞിട്ട് പിന്നെ മാറ്റുന്നത്. ഇനി ഞാൻ ഒരേ ഒരു ടാസ്കും കൂടെ ചേച്ചിക്ക് തരാം. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാസ്ക് ചേച്ചി കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിക്ക് വീണ്ടും ഒരു സമ്മാനം തരും. അതെ, ചെയ്താലേ സമ്മാനം തരുള്ളൂ. ഇരിക്കണ്ടേ, എണീക്കാനുള്ള ടാസ്കാ. എന്താണെന്നറിയോ? ഈ വീട്ടിലുള്ളതിലെ ഏറ്റവും ഞാൻ ചോദിച്ചു വാങ്ങിക്കുക ചേച്ചിയുടെ വിഷുക്കൈ നീട്ടം, ഏറ്റവും കുറഞ്ഞ നാണയമാണ് എനിക്ക് വരേണ്ടത്. അത് ഇപ്പൊ ചേച്ചിയുടെ 50 പൈസയുടെ ഉണ്ടോ, അല്ലെങ്കിൽ 1 റുപ്പിയുടെ ആണോ, അല്ലെങ്കിൽ 25 പൈസയുടെ ഉണ്ടെങ്കിൽ എനിക്കത് ഏറ്റവും ഈ വീട്ടിലെ കുറഞ്ഞ നാണയം എനിക്ക് വേണം. തപ്പണല്ലോ, അത് കണ്ണാടി വെച്ച് തപ്പേണ്ടി വരും. ആണോ?
തപ്പുന്ന ഏരിയയിലുള്ളതിൽ കപ്പിളിന്റെ ഏരിയയിലാണ് ഇപ്പൊ ഇതേ ഉള്ളൂ. ആണോ? എന്നാ അവിടെ നാണയം വെച്ചിട്ടുണ്ടാവില്ല. നാണയമൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും ചെറിയ ഇതിലെ നാണയം. ചെറിയ നാണയം എന്ന് പറയുന്നത് ഏറ്റവും ചെറുത് എന്ന് ചോദിച്ചു വാങ്ങുന്നോണ്ട് വലിയ രൂപ ചോദിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ ഓൾറെഡി തന്ന് കൈനീട്ടം. അതെ, അത് കിട്ടി. ഇത് വേറൊരു കൈനീട്ടം. അല്ല, എന്റെ ഏറ്റവും ഇപ്പൊ ഇരിക്കുന്നത് 1 രൂപ കോയിനാണ്. ആ, ഒന്ന് അതാണല്ലേ. അപ്പൊ എന്നാ അവിടെ ഞാൻ അത് വാങ്ങുമ്പോ ചേച്ചി ഗിഫ്റ്റ് ബാക്കിയുള്ളതെല്ലാം കൊടുക്കണം. ഇന്ത്യൻ മണിയല്ല, ഓ, ഡോളേഴ്സ് ആണ്. സെൻസ്, അതാ പറഞ്ഞേ, ചില്ലറ. നോക്കാ ബാക്കിയുള്ള നാണയങ്ങളെല്ലാം. ഓക്കെ ചേച്ചി, എന്തായി ചേട്ടന്റെ സിനിമയും കാര്യങ്ങളെല്ലാം? എന്റെ സിനിമയുടെ കാര്യം ഇപ്പൊ ഒരു ആന്തോളജി മൂവി ആദ്യം ചെയ്യണം. മറ്റേ ഒരു വലിയ ഫിലിം ഉണ്ട്, ആന്തോളജി മൂവിയുടെ കാര്യങ്ങൾ ഒക്കെ മൂവ് ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ ഞാനിപ്പോ ഒരു തമിഴ് മൂവി ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതൊരു 3-4 ദിവസം ഷൂട്ടും കൂടി തിരുനെൽവേലിയിലായിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്ത് 5 ദിവസത്തെ കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വൈഫിനെ വെച്ചിട്ട് ആൽബം ചെയ്തിട്ടുണ്ട്. ആഹാ, ഇപ്പൊ നിങ്ങൾ ഡ്രാമയും ഇതും കഴിഞ്ഞിട്ട് ഇപ്പൊ ആൽബത്തിലേക്ക് വന്നോ? എനിക്ക് വയ്യ. അത് ഡിവോഷണൽ തിരുമകൾ എന്ന് പറഞ്ഞ, അപ്പൊ അത് അടുത്ത ദിവസം റിലീസ് ആവാൻ പോവാ. ഓ, അയ്യോ, അന്നത് ഇപ്പൊ റിലീസ് ചെയ്യായിരുന്നല്ലോ വിഷുവിന്റെ സമയത്ത്. ഈ ദേവിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം വരുമ്പോ ആ സമയത്ത് വരുന്നത് കൊടുങ്ങല്ലൂർ ഭരണിക്ക് ചെയ്യാനിരുന്ന വെച്ചാണ്. പക്ഷെ അത് ഇച്ചിരി നീണ്ടുപോയി. ചേട്ടനാണ് അതിന്റെ പ്രൊഡക്ഷൻ സൈഡ് ഡയറക്ട് ചെയ്തിരിക്കണോ? ഓക്കെ. പിന്നെ നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഡ്രാമ അഭിനയങ്ങളൊക്കെ എവിടെ വരെ എത്തി? അതൊക്കെ എങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു? വെറുതെ ഇരിക്കില്ല, ഫുൾ ആക്റ്റീവ് ആണ്. കണ്ടോ, ചേച്ചി കൂടെ അസോസിയേറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോ അല്ലേ ചേച്ചി? എന്തായാലും ഞങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പിൽ ഒന്ന് വന്നോട്ടാ. അപ്പൊ ഇത് തമ്മിൽ ഞങ്ങൾ ബോണ്ടെന്ന് അറിയാം. ചേച്ചി പറഞ്ഞ് ഇദ്ദേഹം എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ എങ്ങനെയാണ്? ചേച്ചിനോട് എല്ലാവരുടെ മുന്നിൽ വെച്ച് വഴക്കറിയോ? ഇല്ല ഇല്ല, പറഞ്ഞിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാം കാണിക്കും, ചേട്ടൻ പറഞ്ഞ പോലെ കാണിക്കാം. ഞാൻ നല്ലൊരു നടിയാണെന്ന് അല്ലേ? അത് അങ്ങനെയല്ല പറഞ്ഞ ഇങ്ങനെ ചെയ്യും. അപ്പൊ ഓക്കെ, പിന്നെ അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യും. ഞാനില്ല, വഴക്കിട്ട് മാറിക്കും, പിണങ്ങി മാറും. അതിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം പറയണ പോലെ. അപ്പൊ അവിടെ ക്യാമ്പിൽ നിന്നിട്ട് ചേട്ടൻ ഓരോന്നും പറഞ്ഞുതരും, ചേച്ചി അത് വളരെ ഈസി ആയിട്ട് അത് ചെയ്യും. ക്യാമ്പിലല്ല, ഞങ്ങള് മറ്റേ കളാന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. ആ സമയത്ത് നായികനൊന്നും പറയാൻ പറ്റില്ല. 10, 75, 80 വയസ്സൊക്കെ ഉള്ള ഒരു അമ്മൂമ്മ. ആയിക്കോട്ടെ, ആ അമ്മൂമ്മയാണ് കഥയിലെ നായിക. ഉള്ളൂ, അതേ ഉള്ളൂ. അവരിലൂടെയാണ് കഥ പോണത്. എന്നിട്ട് അമ്മൂമ്മന്ന് മാറ്റണില്ല. എല്ലാ ഇതിലും ചേച്ചി അമ്മൂമ്മയായിട്ടാണോ? അപ്പൊ നാടകം കളിച്ചപ്പോഴും കുറച്ച് ഏജ് ആയിട്ടുള്ള ക്യാരക്ടറാണോ? ഷോർട്ട് ഫിലിം ആണല്ലേ? അത് ചെയ്തു. വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. വഴക്കല്ല, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പറയാം അതങ്ങനല്ല, കുറച്ചുകൂടെ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുന്നു. ഒരു പ്രാവശ്യം ഓക്കെയാ, 2ാമത് പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ഒന്നും നോക്കിയിട്ട് ഞാൻ ഇല്ലാന്ന് പറഞ്ഞു പോയി എവിടെയെങ്കിലും പോയിരിക്കും. വേറൊന്നുമല്ല രമ്യ, ഒന്നാമത് എനിക്ക് അഭിനയിക്കാൻ പോവാൻ തീരെ താല്പര്യമില്ല. ചേട്ടനാണെങ്കിൽ ചെയ്യുന്നു പറഞ്ഞിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് അത് ചെയ്യിപ്പിക്കും. അത് ഞാൻ 1 പ്രാവശ്യം ചെയ്യുള്ളൂ കേട്ടോ എന്ന് പറയും. വേണമെങ്കിൽ എടുത്തോ, ഒരൊറ്റ ടേക്കാണ്, ഒറ്റ ടേക്കിന്റെ ആളാ. വേണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുമോ, എന്തെങ്കിലും കുറച്ചുകൂടെ കിട്ടുന്ന ആൾക്കാരുടെ നമുക്ക് പിന്നെ പറയാൻ പറ്റുള്ളൂ. ഇത് അവിടത്തെ ചെയ്ത് കഴിയുമ്പോ ഇത്രേ ഉള്ളൂ, ഒന്നും കൂടെ. അപ്പൊ ഇനി സെറ്റിൽ വെച്ചിട്ട് മോളെ പ്ലീസ് ഒന്നും കൂടെ, മോളെ പ്ലീസ് ഒന്നും കൂടെ. ഒറ്റ ചിക്കൻ പീസ് തീരുന്ന. അയ്യോ, ആ പിടക്കങ്ങളും പിണക്കങ്ങളും എല്ലാമായിട്ട് അല്ലെ? സെറ്റിലും രസം, വീട്ടിലും അങ്ങനെ രസങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചേച്ചിക്ക് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഏത് ഇമോഷൻ ചെയ്യാനാ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്? കരയുമ്പോഴാണോ, അതോ ചിരിക്കുന്ന സീനാണോ, അതോ ദേഷ്യമാണോ? ദേഷ്യം വരൂല. ഇപ്പൊ ഞാൻ ഭദ്രകാളിയായിട്ടാ അമ്മയുടെ 2 രൂപങ്ങളാണ്, ശാന്തസ്വരൂപിണിയായിട്ടുള്ള അമ്മയും രൗദ്രഭാവത്തിലുള്ള അമ്മയായിട്ടാണ്. രൗദ്രഭാവത്തിൽ ഞാൻ പറഞ്ഞു കണ്ണു മുഴിക്കുക, അപ്പോഴും കണ്ണൊഴിക്കെങ്കിലും ചിരി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞോണ്ട് ആ സമയത്ത് എന്നോട് വെച്ചു ഇങ്ങനെയല്ല, ദേഷ്യം വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ദേഷ്യം വരുത്താന്ന്. പക്ഷെ എന്റെ കണ്ണ് വീഴുന്തോറും ചിരി വന്നോണ്ടേയിരിക്കും. ദേഷ്യപ്പെടാൻ അറിയില്ലല്ലോ ചേട്ടാ. വേണമെന്ന് പറഞ്ഞ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് ആൾക്കാരെ നിങ്ങളുടെ മുന്നിൽ സഹായം ചോദിച്ചു വരുന്ന എല്ലാവർക്കും നിങ്ങൾ പറ്റുന്ന പോലെ സഹായിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇപ്പൊ ചോദിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് സഹായിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കും എന്താ പറയാ കുറച്ച് സേവ് ചെയ്യണ്ടേ? നമുക്ക് നിങ്ങൾക്കും പ്രായം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുന്നോട്ടുള്ള
നമ്മളുള്ള സേവിങ്സ് ഒക്കെ എന്തെങ്കിലും 1 രൂപ വീതമാണെങ്കിലും കുറച്ച് രൂപ വീതമാണെങ്കിലും നമ്മൾ സേവ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ഒക്കെ നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ മ്യൂച്വൽ ഫണ്ട്സ് SIP-ലാണ്. അത് ഇപ്പൊ നന്നായി ചെയ്തു തരുന്ന ഒരു സർവീസ് സെന്റർ എന്ന് പറയുന്നത് തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസസ് ആണ്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ചേച്ചിയും ഒക്കെ ഇതായിട്ട് വരുമ്പോൾ ചേച്ചി ആയിരിക്കട്ടെ വീട്ടിലത്തെ ഫിനാൻസ് മാനേജ്മെന്റ് എല്ലാം ചെയ്യണേ. അപ്പൊ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസസിൽ അപ്രോച്ച് ചെയ്താൽ മതി. അവർ ഹെൽപ്പ് ചെയ്ത് തരും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കേട്ടോ, മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അലീനയ്ക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഫ്രണ്ടിന് ഇപ്പൊ തന്നെ ഒന്ന് ഗൂഗിൾ പേയിൽ ഒരു വിഷുക്കൈന്ന് കിട്ടും. വലിയ എമൗണ്ട് അലീനയ്ക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും മതി. ആർക്കെങ്കിലും ഒരു വിഷുക്കൈനീട്ടം കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവരെ വിളിക്കുകയും ചെയ്യാം. വിഷുക്കൈനീട്ട് അത് നമുക്ക് ഗൂഗിൾ പേ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അവരെ വിളിക്കാം. അപ്പം വിളിച്ചാൽ എടുക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കണം, ഇന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരാളുമാണെങ്കിൽ ആരെ വിളിക്കും? അതാണ് ഒരു കൺഫ്യൂഷൻ. ഒരാൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ്, വിളിച്ച ഒരിക്കലും എടുക്കാത്ത ഒരാളാണ്. ആണോ? അപ്പൊ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വിളിക്കും. എടുത്തെങ്കിൽ ദൈവം ഇന്ന് അദ്ദേഹത്തിന് നാന്ന് വിചാരിച്ച് നമുക്ക് അങ്ങ് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാം. ഞാൻ ആദ്യം പറയാം, ഡയാന ഹമീദ്. ഓക്കെ. കാരണം ഡയാനെ നമ്മൾ എല്ലാ കാര്യത്തിനും വിളിച്ചാൽ അവൾ ഒരിക്കലും ഫോൺ എടുക്കാറില്ല. പക്ഷെ അവൾക്ക് എങ്ങനെയാണ് ഈ വർക്ക് കിട്ടുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ 2 ഫോണും കൊണ്ടാ നടക്കുന്നത്. പക്ഷെ ഒരിക്കലും അവൾ ഫോൺ എടുക്കാറില്ല. ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ കണ്ടില്ലടോ എന്ന് പറയുന്ന അല്ലാണ്ട് അറിയത്തില്ല. അതുകൊണ്ട് ഡയാനയ്ക്ക് ഇട്ട് കൊടുക്കാം. ശരി. അവൾ ഇന്ന് ഫോൺ വിളിച്ച് എടുത്താൽ അത് അത്ഭുതം. അതെ, അത്ഭുതം. ഓക്കെ ഓക്കെ, ശരി. ചെറിയൊരു ഞാൻ നിന്നെ കൊച്ചായിട്ട് കാണുന്നൊന്നുമല്ല, 1 രൂപ ഇടാന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ കുഴപ്പമില്ല. റിസ്ക് ചെയ്തുകൊണ്ട് ഒരു മിനിറ്റ്. ഡയാനയുടെ എന്നൊക്കെ നമ്പർ, ഡയാന ഈ നമ്പരാന്ന് തോന്നുന്നു. ദൈവമേ, ഹാപ്പി വിഷു. ശരിക്കും നോട്ടും കോയിനും കൂടെ വെച്ചല്ലേ കൊടുക്കുന്നേ? അങ്ങനെയായാലും അങ്ങനെയൊന്നുമില്ല. കൊടുക്കുവാണേ, സെൻഡ് ചെയ്യണേ. 1 രൂപ എന്ന് പറഞ്ഞിട്ട് 100 രൂപയാണ് അങ്ങനെയല്ലേ കൊടുക്കണ്ടേ? അങ്ങനെയൊന്നുമില്ല. കൊടുക്കാതിരിക്കട്ടെ, എന്നിട്ട് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അയ്യോ ദൈവം ഇല്ലില്ല. ഓക്കെ, പോയിട്ടുണ്ട്. യെസ്, ടിക്ക് വീണു. ഇനി നമുക്ക് വിളിക്കാം. ഇനി ഡയന എടുത്തോ? എടുത്തില്ലെങ്കിൽ മോളെ നിന്റെ 101 രൂപ പോയിട്ട് അടുത്ത ആൾക്ക് നീ കൊടുക്കേണ്ടി വരും. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ദൈവം ചിലപ്പോ ഇന്ന് ഡയനയ്ക്കാണോ വിധിച്ചിരിക്കുന്നതെന്നുള്ളത്. ഡയനക്കല്ല, ആക്ച്വലി അലീനയ്ക്കാണോ വിധിച്ചിരിക്കുന്നെങ്കിലാണ് അലീനയുടെ ഇനി ഒരു 101 വിഷു കൈനീട്ടായിട്ട് പോവാതെ ദൈവം തന്നോളൂ. ദൈവം തന്നോണ്ടല്ലേ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നേ. ശരി, ആയിക്കോട്ടെ. അപ്പൊ അതങ്ങനെ വിളിച്ചു നോക്കാം. ഓക്കെ കുട്ടാ, ഹാപ്പി വിഷു. വിഷു ആയിട്ട് നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഗൂഗിൾ പേയില് ഞാനൊരു കൈനീട്ടം ഇട്ടിട്ടുണ്ട് നിനക്ക് വേണ്ടി. സാരമില്ല, നീ എണീറ്റതേ ഉള്ളൂ എന്ന് എനിക്കറിയാം ഷൂട്ട് കഴിഞ്ഞ്. അപ്പൊ എന്തായാലും ഇത് ജസ്റ്റ് ഒരു തമാശക്ക് കേട്ടോ, അല്ലാണ്ട് മറ്റേ ഞാൻ വലിയ ചേച്ചിയായിട്ട് കളിച്ചതല്ല. സംഭവം നീ എനിക്ക് തരേണ്ടതാണ്. പിന്നെ അത് പോട്ടെ, എനിക്ക് ലേറ്റ് ആയതുകൊണ്ട് അല്ല, എനിക്ക് നീ എടുക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. പക്ഷെ നീ എടുത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ദൈവം നിനക്കത് തരാൻ വേണ്ടി വെച്ചിരുന്നായിരുന്നു. എനിക്ക് ഒരു ഗൂഗിൾ പേ നിന്റെ ഉണ്ടായിരുന്നു, അതിലാട്ടോ ഞാൻ അയച്ചേക്കുന്നതേ. അപ്പൊ ഹാപ്പി വിഷു. ഈ വിഷു ആയിട്ട് നിനക്ക് ഇനിയും ഒരുപാട് രാജ്യങ്ങള്, അങ്ങനെ ഈ വർഷം തന്നെ നിനക്കൊരു 3 പാസ്പോർട്ട് നിന്റെ കയ്യിൽ ഇരിക്കുന്ന രീതിയിൽ നീ കറങ്ങ് അടിച്ചു പൊളിക്കുക. പിന്നെ വിഷു ആയിട്ടേ കണ്ണൻ വിട്ടൊരു രാധ എന്റെ കയ്യിലുണ്ട്. നീ പോയി വിചാരിക്കും ഞാൻ വട്ട് പറയുവാന്ന്, പക്ഷെ അല്ല. നീ രാധേനും കൂടെ ഒന്ന് സംസാരിക്കണം. കെയർഫുൾ ആയിട്ട്. എനിക്ക് മനസ്സിലായി എവിടുന്ന് കിട്ടി രാധേനെ രാവിലെ. ഹലോ, ഏത് രാധയെ നീ ഉദ്ദേശിക്കുന്നേ? അയ്യോ, കണ്ണൻ നിന്റെ അടുത്ത് വന്നിരുന്നോ? കണ്ണൻ വിട്ട രാധ മറ്റേ രാധ ചേച്ചിയല്ലേ? ഓക്കെ, സോറി, ഞാൻ അങ്ങനെ കണക്ട് ചെയ്തു. കുഴപ്പമില്ല. ഉറക്കപ്പിച്ചിലായതുകൊണ്ട് നിനക്ക് മറ്റൊരു സർപ്രൈസ് തരുവാണ്. നീ പ്രാർത്ഥിച്ച് എന്താന്ന് വെച്ചാൽ രാധേനോട് പറഞ്ഞോ. ഹലോ ഹലോ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. രാധയോട് എന്താ പ്രാർത്ഥിക്കാനുള്ളേ പറഞ്ഞോ. രാധ എനിക്ക് എല്ലാ ഐശ്വര്യവും തരണം. ഓക്കെ, എല്ലാ ഐശ്വര്യങ്ങളും തന്നിട്ടുണ്ട് കേട്ടോ, എല്ലാ ഐശ്വര്യങ്ങളും. എന്റെ പേര് രമ്യ. മൈൽസ്റ്റോണിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിയതായിരുന്നു വിഷു ആശംസകൾ പറയാനായിട്ട്. ഓക്കെ ചേച്ചി. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു.
ഓക്കെ. അപ്പൊ എന്താ പറയാ, എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും ആ. ഒക്കെ ഉണ്ടായിരിക്കട്ടെ എല്ലാവരുടെയും ലൈഫില്. ചേച്ചിയുടെയും പിന്നെ മൈൽസ്റ്റോൺ മേക്കേഴ്സും നമുക്ക് അപ്പൂസും അവരെല്ലാരും ഭയങ്കര സ്പെഷ്യൽ ആണ്. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നവരാണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ എല്ലാ ആർട്ടിസ്റ്റുകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പൊ എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക് യു ഡിയർ, ഐ എം വിഷിംഗ് യു ദ സെയിം കേട്ടോ. താങ്ക് യു. എല്ലാം സെയിം അതേപോലെ തന്നെ വിഷിംഗ് യു ദ സെയിം. അപ്പൊ എൻജോയ് ചെയ്യാം വിഷു. ഓക്കെ അമ്മീനോടും പറഞ്ഞേക്കണേ. എന്തായാലും ഏപ്രിൽ ഫസ്റ്റിന് നിന്നെ വിളിക്കാൻ പറ്റിയില്ല, അപ്പം ഏപ്രിൽ ഫുൾ ഡേയും കൂടെ ആഘോഷിച്ചു നിനക്ക് വിഷു ഈ വർഷം. പക്ഷെ കിടിലായിക്കോട്ടെ, എല്ലാം അടിപൊളിയാവട്ടെ കേട്ടോ കുട്ടായി. ഓ സ്പീക്കറിൽ ഒരു മിനിറ്റ്. ഹലോ പറഞ്ഞു. ഫോർമലായിട്ട് ഞാൻ സംസാരിച്ച വിഷു അല്ലേ, അതുകൊണ്ട്. അപ്പൊ ശരി ചക്ര, ബൈ. അപ്പൊ അങ്ങനെ ഈ ഒരു വിഷുവിന് ഞങ്ങൾ തന്ന ടാസ്ക് ആയിരുന്നു അത്. ആ ടാസ്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് ചെയ്തത് കൊണ്ട് ഞങ്ങളുടെ വക അടുത്തൊരു ഓ എനിക്ക് വൈകിട്ട് മൈൽസ്റ്റോൺ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതാണ് ഇത് LED ലൈറ്റ്സിന്റെ വക നല്ലൊരു ലൈറ്റ് ആണോ? ഇത് വീട്ടിൽ വെക്കാവുന്നതാണോ പുറത്ത് വെക്കാവുന്നതാണോ എവിടെ വെക്കാനോ എനിക്ക് അറിയില്ല. ഇത് തുറന്നു നോക്കിയാലേ അറിയുള്ളൂ. ഇത് വീട്ടിൽ വെക്കാൻ പറ്റുന്നത് തന്നെയാണ്. അല്ല ഞാൻ ചോദിക്കുന്ന മറ്റേ ലാംപ് ഷീറ്റ്സ് ഒക്കെ പോലത്തെ എനിക്ക് അറിഞ്ഞൂടാ മോളെ. പിന്നെ തുറക്കണോ അതോ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പൊ തുറക്കണോ? വേണ്ട ഇപ്പൊ തുറക്കണമെന്നൊന്നുമില്ല. അമ്പാ എന്താണെന്നൊന്നും അറിയില്ല. കിട്ടുന്ന സാധനം കേട്ടോ. ആണോ? ലാംപ് ഷീറ്റ് പോലത്തെ സാധനം ആണോ? വാവ്, ദിസ് ഇസ് നൈസ്. എങ്ങനെയുണ്ടായിരുന്നു അഞ്ജലിയുടെ കൂടെ ഇൻ ആൻഡ് ഔട്ട് ആയിട്ട് ഫുൾ ടൈം പ്രചരണത്തിന്റെ സമയത്ത്? നല്ല ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ അഞ്ജലി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പുറത്തിറങ്ങി വന്നപ്പോ പാവ കാറിൽ ടയേർഡ് ആയിട്ട് ഉറങ്ങാണ്. ഇത്രയ്ക്ക് സ്ട്രെസ്ഫുൾ ആണെന്ന് വിചാരിച്ചിരുന്നോ? നമുക്കറിയാം ഓൾമോസ്റ്റ് സ്ട്രെസ്ഫുൾ ആണെന്നറിയാം. റേറ്റും കുറവായിരുന്നു. എന്തായാലും കാണണം, എല്ലാവരും എല്ലാ ആൾക്കാരിൽ എത്തണം എന്നുള്ളൊരു ഞങ്ങൾ രണ്ടും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് മാക്സിമം എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാം, മാക്സിമം കവറപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ എന്തായാലും അഞ്ജലി വളരെ കോൺഫിഡന്റ് ആണ്. ഉറപ്പായിട്ടും ആ ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ട്. അതെ, ഞാൻ തീർച്ചയായും ജയിക്കും. അതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടെൻഷനും വേണം, ജയിക്കും എന്നുള്ളത്. അത്ര ബിസി ആയിട്ട് നടന്നിട്ടേ ഇപ്പൊ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ അഞ്ജലി? ശരിക്കും തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട്. കാരണം എല്ലാവരും ഫാമിലി പോലെ ഒരു കണക്റ്റഡ് ആയിരുന്നു. ഇന്നലെ ഇന്നൊക്കെ ആയിട്ടാണെങ്കിലും തൃപ്പൂണിത്തുറയിൽ എവിടെ നടക്കുമ്പോഴും എല്ലാവരും ഓടി വന്നിട്ട് ജയിക്കണം, ജയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എന്താണ് ഇന്നലെയും ഇന്നുമായിട്ട് അമ്പലത്തിലാണെങ്കിലും ശരി, ഞങ്ങൾ ഒരുപാട് ആൾക്കാർ അഞ്ജലി അടുത്ത് ഇത്രയും ക്ലോസ് ആയിട്ട് വന്ന് പെരുമാറുകയും സ്വന്തം നെക്സ്റ്റ് ഡോർ ഗേൾ എന്ന രീതിയിൽ വന്ന് പെരുമാറാൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അതെ, അവിടെയുള്ള പല BJP-യിലുള്ള പ്രവർത്തകരും പറയുന്നത് ഇങ്ങനെ ഒരു ഇത് ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത്. BJP പ്രവർത്തകർ കൈനീട്ടം വന്നു. അതെ അവരുടെ ഡയമണ്ട് സെക്ഷന്റെ പേരാണ് ഋതു. അവർക്ക് അതിനുള്ളിൽ തന്നെ ഋതു ചക്ര എന്ന് പറഞ്ഞൊരു സെക്ടർ ഉണ്ട്. അതിനുള്ളില് ഋതു ചക്രയിലുള്ളത് ഇത്തരത്തിലുള്ള നാച്ചുറൽ സ്റ്റോൺ ബ്രേസ്ലെറ്റ്സ് ആണ് ഇതെല്ലാം. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സാധാരണ പോലത്തെ ഇതല്ല, വളരെ നാച്ചുറൽ സ്റ്റോൺ. ഇത് ഇടുമ്പോൾ ക്രിസ്റ്റൽ ഹീലിംഗ് എന്നാ പറയാ. ഡെയിലി നമ്മൾ ഇട്ട് കഴിഞ്ഞാല് ഇതിപ്പോ ടൈഗർ ഐ ആണ്. ടൈഗർ ഐയുടെ ഗുണം നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് ഡീറ്റെയിൽ എല്ലാം അറിയാൻ പറ്റും. നമുക്ക് ഫിനാൻസ് പൈസ എല്ലാം ഉണ്ടാവും, സ്ട്രെസ് ഫ്രീ ആയിരിക്കും. ഈ മനസ്സിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെയും കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് ആർക്ക് വേണേലും ഇടാം ഇത്. അപ്പം നിങ്ങൾക്ക് ഇതാണ് അനശ്വരയുടെ വക മറ്റൊരു വിഷു ഗിഫ്റ്റ് കേട്ടോ. യെസ്, എന്ത് പറയണോ? ആ മൈക്കും തരാമോ? മോളുടെ അടുത്ത് ചോദിക്കട്ടെ. അമ്മേനെയും അച്ഛനെയും കുറെ നാളുകളായിട്ട് വീട്ടിൽ കാണാറില്ലല്ലോ. ശരിക്കും മോള് മിസ് ചെയ്തോ? മിസ് ചെയ്തോന്ന് വെച്ചാൽ ഇവര് ഷൂട്ടിങ്ങിനൊക്കെ പോവാറുണ്ട്, അതുകൊണ്ട് അപ്പൊ എനിക്ക് ഓക്കെ ആണ്. അത്ര മിസ് ആയിട്ടുണ്ടാവില്ല. എന്താ പറയാ, 24/7 നോക്കണ ഡ്യൂട്ടി ആവണിക്കായിരുന്നു. അതുകൊണ്ട് നല്ലോണം ആവണി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അല്ല, അപ്പൊ കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും അല്ലേ? കാരണം കുട്ടികളെ നോക്കാന്ന് പറഞ്ഞ ചേച്ചിമാർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എന്നെ വിളിച്ച് എപ്പോ വരും എന്റെ പ്രായത്തിലുള്ള പിള്ളേരെ എന്നെ വിളിച്ചോണ്ടിരിക്കുക കളിക്കാൻ. അപ്പൊ ഇവളെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അവര് ഒളിച്ചു കളി ഓട്ടം ഒന്നും ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എപ്പോ വരും ചോദിച്ചാൽ ആവണി നീണ്ട 20-25 ദിവസം നിൽക്കാറില്ല. അത് ഭയങ്കര ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. ഇപ്പൊ അമ്മേനെ ഫുൾ ടൈം ഇപ്പൊ കിട്ടുന്നുണ്ട് ഈ ഒരു മാസം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് May 4th ശേഷം എന്താവും അമ്മ ജയിച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഡേ ടൈം ഒന്ന് ബിസി ആയിരിക്കും. ഞങ്ങൾ ഈ അടുത്തൊരു പ്രോഗ്രാമിന് പോയപ്പോ അവരാണ് സ്പോൺസർ ചെയ്യണത് നമ്മള്. അപ്പൊ ഒരാള് കയ്യിലിങ്ങനെ വരാൻ കിട്ടിയിട്ടുണ്ട് മഞ്ഞ, ഞാൻ ലക്ഷാധിപതിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. അപ്പൊ അങ്ങനെ പരിചയപ്പെടുന്ന ഒരാൾക്കാരില്ലല്ലോ.
വേറൊരാൾ പറയുന്നത് ഞാൻ കോടീശ്വരനാണ്. പേര് പറയുന്നതിന് മുമ്പ് തന്നെ അത് ഓരോ തസ്തികകളാണ്, അതൊരു ചെയിൻ മണി സിസ്റ്റമാണ്. അപ്പൊ പരിചയപ്പെടുമ്പോ നമ്മള് എന്റെ പേര് ടിനിട്ടും കോടീശ്വരൻ അപ്പൊ അങ്ങനെ ഈ ഒരു വിഷുവിന് ഞങ്ങൾ തന്ന ടാസ്ക് ആയിരുന്നു അത്. ആ ടാസ്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് ചെയ്തത് കൊണ്ട് ഞങ്ങളുടെ വക അടുത്തൊരു സമ്മാനം കൂടെ. സമ്മാനങ്ങളാണ് അതാണ് ഇത്. അസാസ് LED ലൈറ്റ്സിന്റെ വക നല്ലൊരു ലൈറ്റ് ആണ്. യെസ്, അതൊക്കെ എനിക്കും അറിയില്ല, ഇത് തുറന്നു നോക്കിയാലേ അറിയുള്ളൂ. ഇത് വീട്ടിൽ വെക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഒന്നും എനിക്ക് അറിഞ്ഞൂടാ മോളെ, തുറന്നു നോക്കണം. നീ റൂമിൽ കൊണ്ടേ തുറന്നു. വേണ്ട വേണ്ട, ഇപ്പൊ തുറക്കണമെന്നൊന്നുമില്ല. എന്താന്നൊന്നും അറിയില്ല. ആണോ? ആണോ? ആർക്കെങ്കിലും കൈനീട്ടം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്തോ തരുമെന്ന് പറഞ്ഞു. എന്തായാലും ഇലക്ഷന് നിന്നിട്ട് കുറെ കാശ് പോയിരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു 101 രൂപ നിന്റെ പോസ്റ്റ് അടിച്ചിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോ അത് നിനക്ക് MLA സ്ഥാനം കിട്ടി, ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു തന്നത്. എന്തായാലും കൈനീട്ടമായിട്ട് അത് ഇരിക്കട്ടെ. ഐശ്വര്യ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അടുത്ത ഗിഫ്റ്റ് അപ്പൂസേ, ഗിഫ്റ്റ് തന്നെ ആ ടാസ്ക് ചെയ്തത് കൊണ്ട് ചേട്ടന് ഞങ്ങളുടെ വക അസാസ് LED ലൈറ്റ്സിന്റെ വക മറ്റൊരു സമ്മാനം കൂടെ. എങ്ങനെ പോണു മന്ദാര? ആക്ച്വലി നന്നായി പോണു. തുടങ്ങിയിട്ടേ ഉള്ളൂ, 2 മാസമായിട്ടുള്ളൂ. ഇതെന്റെ വീടായിരുന്നു, പഴയ വീടായിരുന്നു. ഓ, ഞങ്ങൾ ഇവിടെ താമസിച്ചോണ്ടിരുന്ന. അതാണ് എനിക്ക് ഓർമ്മ. എന്റെ ഈ ഏരിയയിലായിരുന്നല്ലോ താമസിച്ചോണ്ടിരുന്നെന്നുള്ളത്. 20 years ago വെച്ച വീടാ. അപ്പൊ കല്യാണം കഴിച്ച് പിള്ളേരുണ്ടാവുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പൊ പിന്നെ ഞങ്ങള് മുംബൈയിലായിരുന്നു. മുംബൈയിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴും ഇവിടെ തന്നെയാ താമസിച്ചു. ഒരു 5 years 6 years. ഒരു 4 വർഷം മുൻപ് ഇവിടുന്ന് വേറൊരു വീട്ടിലേക്ക് മാറി. ഓക്കേ, വേറൊരു വീട് വെച്ച് മാറി. അന്നേരം ഇതിവിടെ ഈ വീട് എനിക്ക് കുറച്ച് കണക്റ്റഡ് ആയിരുന്നു. നമ്മൾ ഇമോഷണലി കുറച്ച്, നമ്മള് ആദ്യം എനിക്ക് വേണ്ടി ഹസ്ബൻഡ് വെച്ചൊരു വീടാണ്. അപ്പൊ അതിനോട് എനിക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് വാടകയ്ക്കും കൊടുത്തില്ല, വിറ്റതും ഇല്ല. അതിങ്ങനെ ഇട്ടിരുന്നു. മിക്കപ്പോഴും വരും, ക്ലീൻ ചെയ്തൊക്കെ ഇടും. അങ്ങനെ വിൽക്കാനൊക്കെ പല പ്രാവശ്യം ആലോചിച്ചു, പക്ഷെ അത് മനസ്സുകൊണ്ട് എന്തോ സമ്മതിച്ചില്ല, തോന്നിയില്ല. ഇങ്ങനെ ഡിലേ ചെയ്ത് അതിങ്ങനെ വെച്ചോണ്ടിരുന്നു. അവസാനം മന്ദാര എന്നുള്ള ഒരു ഇത് പ്ലാൻ വന്നപ്പോ ബൈപ്പാസിൽ ആക്ച്വലി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഒക്കെ തുടങ്ങിയായിരുന്നു. പക്ഷെ വീണ്ടും അത് കറങ്ങി തിരിഞ്ഞ് അവിടെ പണിയുകയും ചെയ്തു ബിൽഡിങ് ബൈപ്പാസില്. പക്ഷെ വീണ്ടും അത് കറങ്ങി തിരിഞ്ഞ് എനിക്ക് എന്തോ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പൊ ബൈപ്പാസിൽ ആ പണി തുടങ്ങി. ബിൽഡിങ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. ഓക്കേ, അങ്ങനെ എന്നിട്ട് ഇവിടെ മന്ദാരപ്പ തുടങ്ങി. അതെന്താന്നറിയില്ല, എനിക്ക് ഇവിടെ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചത് ഇവിടുന്ന് ഞാൻ പിറക്കിക്കൊണ്ടുപോയി എല്ലാ സാധനവും തന്നെ ഇവിടെ തിരിച്ചിവിടെ കൊണ്ടുവന്നു. എന്നെ സംതിങ് ഇത് ഇവിടേക്ക് തിരിച്ചു വിളിച്ച പോലെ. ഞാനിപ്പോ അടുക്കളയിൽ നിന്നൊക്കെ ആണെങ്കിലും ചില സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയതൊക്കെ തിരിച്ച് ഞാൻ മന്ദാരം തുടങ്ങിയപ്പോ കൊണ്ടുവന്ന് വെച്ചു. അതുപോലെ പല സാധനങ്ങളും ഫ്രണ്ടിൽ നിന്നൊക്കെ ആണെങ്കിലും എടുത്തോണ്ട് പോയ സാധനങ്ങളൊക്കെ അതേപടി ഇവിടെ കൊണ്ടുവരേണ്ടി വന്ന്. അങ്ങനെ ഒരു സാധനം. പിന്നെ എന്റെ പഴയ ഫോൺ നമ്പർ ആയിരുന്നു. ഇപ്പൊ മന്ദാരയുടെ ഓഫീസ് നമ്പർ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്റെ പഴയ ഫോൺ നമ്പർ ആയിരുന്നു. അത് മാറ്റിയിട്ടാണ് പുതിയ നമ്പർ എടുത്തിട്ട് 5-6 കൊല്ലമായിട്ട് പുതിയ നമ്പർ. പക്ഷെ വീണ്ടും പഴയ നമ്പർ എന്നിലേക്ക് വന്നിട്ട് അതാണ് മന്ദാരയുടെ ഓഫീസ് നമ്പർ. പല രീതിയിൽ പല അതിലെല്ലാം ഇങ്ങനെ ഈ വീടും അതിന്റെ ആ ഒരു ഓർമ്മകളും എല്ലാം തിരിച്ചു വന്നു. പക്ഷെ ഞാൻ ഇവിടെ എന്തുകൊണ്ട് വന്ന് കൂടുതൽ സമയം ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് എന്തോ ഒരു ഹോംലി ഫീലാണ്. ഞാൻ ജീവിച്ച വീട്, ഞാൻ കുക്ക് ചെയ്ത അടുക്കള, എന്റെ ബെഡ്റൂമാണ് ഞാൻ ഓഫീസ് റൂം ആക്കിയിരിക്കുന്നത്. പിന്നെ അപ്പൊ എനിക്ക് ആ ഒരു കടയിൽ പോയിരിക്കുന്ന ഫീലോ അല്ലെങ്കിൽ നമ്മളൊരു വാടകയ്ക്ക് ഒരു സംഭവം എടുത്ത് പോയിരിക്കുന്ന ഫീൽ അല്ല. നമ്മുടെ സ്വന്തം സ്ഥാപനം സ്വന്തം വീട്ടിലും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു ഓൾ ദ മോർ വേറൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് അല്ലേ? ആ വീട്ടിൽ നിന്നും രാവിലെ പോരുമ്പോഴും എന്റെ തന്നെ വീട്ടിലേക്ക് പോകുന്ന പോലെ എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എന്നുള്ളതിൽ ഇവിടുന്ന് ഞാൻ അടച്ചു പോകുമ്പോഴും ഞാൻ എപ്പോഴും ഇവര് അടയ്ക്കുന്നതിനൊക്കെ മുന്നേ ഞാൻ എത്താറുണ്ട്. എനിക്ക് എന്നൊരു കുറച്ചേരം ഇവിടെ ഇരിക്കാൻ പറ്റും. എനിക്ക് ആ ഒരു ഫീലാണ്. എനിക്ക് പെട്ടെന്ന് അങ്ങനത്തെ വൈബ്സ് കണക്ട് ആവുന്ന എനിക്ക് കംഫർട്ട് സോൺ, ചില ആൾക്കാര്, ചില സ്ഥലങ്ങള്, അവിടെ ഇരിക്കും ഞാൻ. അങ്ങനെ വീണ്ടും ഇവിടെ വന്നു. ഇനി ഇത് ഇവിടെ തന്നെ ആയിരിക്കും മന്ദാരേനി. ഒരു മാറ്റം ഉണ്ടാവില്ല ഇനി. മന്ദാരയുടെ ഇത് എന്തായാലും ഈ മണ്ണും ഈ ഇതും എവിടെന്നോ എങ്ങനെയോ ഷീലു എന്ന് പറഞ്ഞ വ്യക്തിനെ തിരിച്ചു വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം 4 വർഷം ഈ വീട് ഇങ്ങനെ ഇടുക എന്ന് പറഞ്ഞാൽ പനമ്പള്ളിനാറിലെ ഒരു പ്രോപ്പർട്ടിയാണ്. അതെ, ആരും ചെയ്യത്തില്ല, വാടകയ്ക്കെങ്കിലും കൊടുക്കും. പക്ഷെ അത് ഞാൻ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പോലും ഫീൽ ചെയ്യുന്നില്ല. അവരത് ചീത്തയാക്കും, ഞാൻ താമസിച്ച വീട്ടിൽ വേറെ ആൾ താമസിക്കണ്ട, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത. ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. കുറച്ച് ഇങ്ങനെ ഇമോഷണലി അങ്ങനെയുള്ള ഒരാളാണ്. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ
എനിക്ക് വേണ്ടി ഹസ്ബൻഡ് വേറൊരു സ്ഥാപനം പണിതിട്ട് പോലും ഞാൻ അങ്ങോട്ട് പോവാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയും ഇത്രയ്ക്കും അറ്റാച്ച്മെന്റ് തോന്നുന്ന വേറൊരു വീട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇനിയും പുതിയൊരു വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, എനിക്കറിയാം ഞാനിപ്പോ ഒരു കാര്യം പറയാൻ പോലെ, അത് ഒബ്വിയസ്ലി ഷീലു എബ്രഹാം എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് അതിന്റെ ഒന്നും ആവശ്യം പോലും ഇല്ല. ഫിനാൻഷ്യലി ദൈവം സഹായിച്ച് റിയലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് ഉണ്ടാവില്ല വീട് വെക്കാന്ന് പറയുമ്പോൾ. അപ്പൊ ആ ബഡ്ജറ്റിന് വെച്ചിട്ട് അയ്യോ എൻ്റെ കയ്യിൽ ഇപ്പൊ അത്രയ്ക്കും പൈസ എടുക്കാനില്ല, അതിന്റെ ഹാഫ് പൈസ എൻ്റെ കയ്യിലുള്ളൂ, പക്ഷെ എനിക്ക് വീട് വെക്കണം എന്ന് വല്ലാത്തൊരു ആഗ്രഹവും, അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ബൈറ്റ് ഹോംസ് ഫോർ. ഷീലനെ സംബന്ധിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ സ്റ്റാഫിനോ ബാക്കി കൂടെ ആർക്കെങ്കിലും അറിയുന്നവർക്ക് ആവശ്യം വരികയാണെങ്കിൽ പറയാം. അറ്റ്ലീസ്റ്റ് ബൈറ്റ് ഹോംസ് ഫോറിലാണെങ്കിൽ നമുക്ക് പകുതി പണം കൊണ്ട് നമുക്ക് വീട് നിർമ്മിക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഹാഫ് എമൗണ്ട് 50 ടൈംസ് ആയിട്ട് നമ്മൾ തവണകളായിട്ട് അടച്ചു കൊടുത്താൽ മതി. പിന്നെ അവർക്ക് ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ എനിക്ക് സൈറ്റിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ആപ്പ് ത്രൂ നമുക്ക് ലൈവായിട്ട് സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനും പറ്റും. കാര്യങ്ങളെല്ലാം അവർ അപ്ഡേറ്റ് ചെയ്യും. സോ അങ്ങനെ അത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും അതൊരു ഉപകാരപ്പെടുവാണെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാം ആ ഒരു പേര്. അമ്മയുടെ ഈ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ശരിക്കും ഇഷ്ടമായി മറ്റേനെക്കാട്ടിലും. ഇപ്പൊ ഓരോരുത്തർ തമിഴ്നാട്ടിലൊക്കെ കണ്ടല്ലോ, അമ്മ ആശീർവാദം പണ്ടെങ്കിൽ ഇതും കൂടെ ഒരു സന്യാസി. അല്ല, എവിടെ പോയാലും ചേച്ചിക്ക് ഒരു ഓവർ റെസ്പെക്റ്റും പെട്ടെന്ന് കിട്ടും. അതെ, പക്ഷെ ഇതും വെച്ചിട്ട് ശബ്ദം കേൾക്കുമ്പോഴാണ് ഒരു കോൺട്രാസ്റ്റ് വീണ്ടും നല്ല സ്വീറ്റ് സൗണ്ട് സ്റ്റിൽ. എന്നിട്ട് ഇതും കാണുമ്പോ ഒരിത്. ഇനി എന്താ പ്ലാൻ? ഇന്ന് വിഷു ആയിക്കൊണ്ട് കസിൻസ് ഒക്കെ കൂടെ നിങ്ങള് ആണോ? ഏത് മൂവി? ഓ, ടിക്കറ്റ് കിട്ടിയോ നിങ്ങക്ക്? മോനിയായിട്ട് 2-3 പ്രാവശ്യം കണ്ടു. ഒന്നുകൂടെ കാണണം. അപ്പൊ അത്യാവശ്യം ലേറ്റസ്റ്റ് റിലീസസ് എല്ലാം ഇപ്പൊ ഇറങ്ങിയ എല്ലാം നല്ല മൂവീസ് ആണല്ലോ. അപ്പൊ അതെല്ലാം കണ്ടു. എന്താണ് ഞങ്ങളുടെ അമ്മയുടെ ഇപ്പത്തെ ലേറ്റസ്റ്റ് ഇതിലെ മോഹിനിയാട്ടത്തിൽ കണ്ടിട്ട് കറക്ഷൻ ഉണ്ടായിരുന്നത്? കറക്ഷൻസ് ഒന്നുമില്ല, എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായി. 2 തവണ കണ്ടു, അടിപൊളിയായിരുന്നു. ചേച്ചിന് ഇപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? ശബ്ദമല്ലേ അതാ കോക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ആര്? ഞാനോ? നീയല്ല കോക്ക്. എന്താ അശ്വിൻ കോക്ക്? കോക്കല്ല കോക്ക്. പുള്ളി പറഞ്ഞിരിക്കുകയാണ് ഈ ഇവരുടെ വോയിസ് വേറെ ആളെ കൊണ്ട് ഡബ്ബിപ്പിക്കണം എന്നൊക്കെ. വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. എന്റെ ശബ്ദം ഇങ്ങനെയാണ് ഉള്ളത്, ഞാനൊന്ന് മാറ്റി സ്വീറ്റ് ആക്കുന്നില്ല. അപ്പൊ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തൂടെ? അല്ലേ? അതെ. പക്ഷെ എല്ലാരും ജനങ്ങൾ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചില 1-2 ആൾക്കാർക്ക് അത് പിന്നെ എല്ലാവർക്കും പലതരത്തിലുള്ള ഒപ്പീനിയൻ, നമുക്ക് എല്ലാവരും ഇതാക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇവിടെയുള്ള രവീന്ദ്ര ബാക്കി കസിൻസ് ആരെങ്കിലും ഒക്കെ ബാങ്കിങ് അതിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആരും അങ്ങനത്തെ ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഒന്നും അല്ല, ബാങ്കിങ് ഇതിലൊന്നും. എന്നാ 2 മക്കളൊന്നും അവിടെ ദുബായിൽ തന്നെയാണ്. ഓ, അതാണ് അവരുടെ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും അറിയുവാണെങ്കിൽ, ഇനിയും ബാക്കി ആർക്കെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതണം എന്ന് പറയുകയാണെങ്കിൽ IBS എന്ന് പറഞ്ഞൊരു പേരും കൂടെ ഓർത്തു വെച്ചു. ബാങ്ക് ടെസ്റ്റ് ആൻഡ് SSCക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു സെന്ററാണ്, ഒരു അക്കാഡമിയാണ്. ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. എല്ലാ ലാംഗ്വേജസിലും അവർ ക്ലാസ് എടുക്കും. ഈവൻ കോളേജ് സ്റ്റുഡൻസിനും എടുക്കും, അതേപോലെ അഡൽസിന് വേറെ ഏതെങ്കിലും സെക്ടറിൽ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചിലർക്ക് തോന്നും ഓക്കെ ബാങ്ക് സെക്ടറിൽ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്, ഞാൻ സ്വിച്ച് ചെയ്യാന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവർക്കും ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സസ് ഒക്കെ എടുത്തു കൊടുക്കും. ഓൾ ഇന്ത്യ നാഷണൽ ലെവലിൽ തന്നെ ഇപ്പോൾ 1000+ ആൾക്കാർ ഓൾറെഡി റിക്രൂട്ട് ചെയ്തു. സെൻട്രലൈസ്ഡ് ബാങ്ക്സിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടിയ ഒരു സെന്ററാണ് IBS. അപ്പോൾ ആ ഒരു പേരും കൂടെ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. IBS ആ പേരും കൂടെ ഓർത്തിരിക്കട്ടെ. എവിടെ ഇത്ര ഗിഫ്റ്റ്സ്? എന്റെ പായസം പായസം ഇന്നിപ്പോ രാത്രി ആയതുകൊണ്ടോ പായസം എല്ലാം? ഞാൻ എനിക്കിങ്ങനെ രാത്രി മാറുന്നൊന്നുമില്ല. പായസം എപ്പോഴാണ് അല്ല രാവിലെ തുടങ്ങിയ പിന്നെ നമ്മള് രാത്രിയിലത്തേക്കൊന്നും നിക്കത്തില്ല പായസം. അത് കുടിച്ചുകൊണ്ടേ. എനിക്കറിയാം പ്രേക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം എന്നുള്ളത്. ഒരു കാര്യം, ഇന്നിപ്പോ രാത്രി ആയില്ലേ, നാളെ നല്ല ഫ്രഷ് പായസം ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റ് ഞാൻ ചോറുണ്ടാകാൻ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ പായസം ഇവിടെ എത്തിച്ചേക്കാം. വലിയ ഗിഫ്റ്റ് എനിക്ക് നിങ്ങൾ തരാനില്ല. അപ്പൊ ഞാൻ ഹോൾഡിന്റെ അടുത്ത് പറഞ്ഞ് പായസം പ്രേക്ക് നാളെ എത്തിച്ചു തരും. അഡ്വാൻസ് താങ്ക് യു ഫോർ ദ പായസം ഓൾസോ. താങ്ക് യു സോ much for all the gifts and thank you so much for coming all the way. Okay, ഇനി ഒരേ ഒരു കാര്യം കൂടെ. ഞാൻ എപ്പോഴും വരുമ്പോൾ പ്രയാഗ, ഇന്നും അതെ പ്രയാഗയുടെ അച്ഛനമ്മയും താമസിക്കുന്ന ഫ്ലാറ്റ് ആണ്. പ്രയാഗയുടെ സ്വന്തം ഫ്ലാറ്റിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും ഫ്ലാറ്റിലൂടെയാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ അടുത്ത പ്രാവശ്യത്തെ ഓണമോ വിഷുവോ ഒക്കെ ആയിട്ട് ഞാൻ പ്രയാഗയുടെ അടുത്തേക്ക് വരുമ്പോ പ്രയാഗയുടെ ഒരു ബ്യൂട്ടിഫുൾ ഹൗസ് ഉണ്ടാവട്ടെ. അപ്പൊ ആ ഒരു വീട്ടിലേക്കും കൂടെ ഞാൻ പ്രയാഗയ്ക്ക് കൈ നിറയെ സമ്മാനങ്ങളായിട്ട് വരുന്നത് നമുക്ക് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യാം. ഇതൊക്കെ എന്റെ വീടാണ്, അതെനിക്കറിയാലോ. ഇതൊക്കെ എന്റെ സ്വന്തം വീടുകളാണ്. വീടെന്ന് പറയുന്നതിന്റെ മെയിന്റനൻസ് ഒന്ന് വേറെ തന്നെയാണ്. അതിനുള്ള ഒരു പേഷ്യൻസ് എനിക്കുണ്ടോ എന്നുള്ളത്
വേറൊരു കാര്യം. സംശയകരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ വീട് വെക്കാൻ താല്പര്യമുള്ള എന്റെ ഫ്രണ്ട്സിനോട് പറയാം. എന്നാ പിന്നെ വീട് വെക്കാനായിട്ട് താല്പര്യമുള്ളവരോട് പറയാം. ഇനി വീട് വെക്കുന്നുണ്ടെങ്കിൽ ഹോംസ് ഫോറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയാം. കാരണം ഹോംസ് ഫോറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പകുതി പണം മതി. നമ്മുടെ വീട് നമ്മൾ എത്ര ബഡ്ജറ്റിലാണോ വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നത് അതിന്റെ ഹാഫ് എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് വീട് പണി തുടങ്ങാം. ബാക്കിയുള്ള എമൗണ്ട് 50 തവണകളായിട്ട് പിന്നീട് നമ്മൾ അടച്ചടച്ച് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പൊ അങ്ങനത്തെ ഒരു വലിയൊരു ഓഫറാണ് അവർ തരുന്നത്. മാത്രമല്ല നമ്മൾക്ക് ബിസിയാണ്, നമുക്ക് ഡെയിലി നമുക്ക് സൈറ്റിലൊന്നും പോകാൻ പറ്റുന്നില്ല. ചിലർ പറയും ഇപ്പൊ ബിസി ഷെഡ്യൂളാ, പക്ഷെ എനിക്ക് വീട് വേണമെന്നുണ്ട്, എനിക്ക് നോക്കാനൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ. അങ്ങനെയുള്ള സമയത്തൊക്കെ ഇവരുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് മൊബൈലിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ട് സൈറ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വീട് വെക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാം ഹോംസ് ഫോർ. ഓക്കെ സുന്ദരിക്കുട്ടി, പൊതുവെ ഇപ്പം എത്ര നാളുകളായിട്ട് സീരിയലും സിനിമയും അതിന്റെ ഒക്കെ ഭാഗമായിട്ട് ശരിക്കും 26 വർഷം കഴിഞ്ഞു അല്ലെ? ഇപ്പൊ ഇത്രയും ഒരു വർഷം നമ്മൾ നോക്കി കഴിയുമ്പോൾ ചിലപ്പോ നമുക്ക് തോന്നും ഞാൻ എന്താ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണേ, എന്താണ് ഞാൻ എന്ത് സേവ് ചെയ്തിരിക്കുന്നത്, ശരിക്കും എല്ലാം വരണത് പോകുന്നു അല്ലേ? എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ നമുക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും നമ്മൾ ജീവിച്ചു എന്നല്ലാണ്ട് ഭയങ്കര സമ്പാദ്യമൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ മക്കളെയൊക്കെ പഠിപ്പിച്ച് ഇതാക്കാൻ പറ്റി. പിന്നെ അത്യാവശ്യം നമുക്ക് ഇതാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എപ്പോഴും അമ്മമാരെല്ലാരും അതെ, നമ്മൾ എന്ത് കിട്ടിയാലും അത് മക്കളുടെയും ആവശ്യങ്ങൾക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും അതെല്ലാം ഇവിടെ നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു കുറച്ചും കൂടെ ഏജ് ആയിട്ട് കഴിയുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, അതിന് വേണ്ടിട്ട് ഒരു പൈസ വെക്കണം, നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റിയൊന്നും വരില്ല. സോ എന്റെ ആ ഒരു ഓൾഡ് ഏജ് ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേവിങ്സ് എന്ന രീതിയിൽ അങ്ങനെയൊക്കെ അത് എല്ലാ അമ്മമാരും എങ്ങനെയാണ് അതിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോപ്പർ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും കൂടെ ഞാൻ പറഞ്ഞുതരാം. തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസസ് അവരുടെ അടുത്ത് മ്യൂച്വൽ ഫണ്ട്സ് ഇപ്പൊ എല്ലാവരും പ്രോപ്പർ ആയിട്ട് ഏറ്റവും നല്ലതും സേഫ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് SIP ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് എന്നാണ് ഇപ്പൊ എല്ലാവരും പറയുക. അപ്പൊ അത് ചെറിയ എമൗണ്ട് വലിയ എമൗണ്ട് ഓരോ സ്കീമുണ്ട്, ഓരോ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അത് ഓരോ പോലെയാണ്. ചിലത് ആനുവലി ആണ്, ചിലത് മന്ത്ലി ഉണ്ട്. അതൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് വേഗം സംസാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസസ്. അപ്പൊ ഇനിയെങ്കിലും ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ തരാം. അവർ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവിടെ എറണാകുളത്ത് തന്നെ എത്രയോ വർഷങ്ങളായിട്ട് തുടങ്ങി ഒരുപാട് സെലിബ്രിറ്റീസും സോക്കോൾ ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരും ഒരുപാട് കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം, റിലയബിൾ ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അവർക്ക് നമുക്കിപ്പം ഒരു മാസം എനിക്ക് 5000 ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു മാസം എനിക്ക് 1000 ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു വർഷം എനിക്ക് 5000 ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പറ്റിയ രീതിയിലുള്ള നമുക്ക് പെൻഷൻ കിട്ടേണ്ട സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള സ്കീമും കാര്യങ്ങളും, മ്യൂച്വൽ ഫണ്ട്സിൽ വേറെ എന്തിടണം, അല്ലെങ്കിൽ വേറെ ഏത് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ രീതിയിൽ നമുക്ക് പ്ലാനിങ്ങോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി അവർ തരും. അപ്പൊ ഓരോരുത്തരുടെയും എല്ലാവരുടെയും അംബികാമ്മയുടെ പോലെ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെയും രീതി നമുക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതാ പറഞ്ഞത്. അതിനനുസരിച്ചിട്ട് ഒരു നല്ലൊരു സേവിങ് പ്ലാൻ അത് ഇനിയെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പൊ ആ പേര് ഓർത്തിരിക്കട്ടെ. മകൾ വിളിച്ചു ചോദിച്ചു മമ്മിക്ക് എവിടെയാ പോകണ്ടേ, ഏത് സ്ഥലം പോകണ്ടേ, മമ്മി തായ്ലൻഡ് പോയേക്കാം എന്നൊക്കെ പറഞ്ഞു വന്ന മോനാ. ഇപ്രാവശ്യം ഒരിടത്ത് പോകാൻ സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞേടാ തായ്ലൻഡ് പോകണ്ടേ, ഇനിയിപ്പോ ഈ പ്രാവശ്യം നടക്കത്തില്ല, പോണാ നീ എന്നെ ആശിപ്പിച്ചിട്ട് നീ എന്നെ തായ്ലൻഡ് കൊണ്ടുപോയില്ലെന്ന് ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം പോകുന്നത്. ഇനി ചേച്ചിക്ക് അടുത്ത ഒരു ഗിഫ്റ്റ് ആണ് അനശ്വര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വക അടുത്ത ഒരു വിഷു കൈനീട്ടം. അനശ്വര ഗോൾഡിന്റെ അവരുടെ ഈ ഡയമണ്ട് സെക്ഷന്റെ പേരാണ് ഋതു എന്നാണ് പേര്. ഇവർക്ക് ഇപ്പോ അവിടെ ഋതു ചക്ര അവർക്ക് അതിനകത്ത് തന്നെയുള്ള ഒരു സംഭവമാണ്. അതിനകത്ത് തന്നെ ആ ഷോപ്പിനകത്ത് തന്നെയുള്ള ഒരു സെക്ടറാണ് അവിടെ ഈ കുറെ നമ്മുടെ ചേച്ചി ബ്രേസ്ലെറ്റ്സ് ഒക്കെ ചിലരുടെ കണ്ടിട്ടില്ലേ, നല്ല നാച്ചുറൽ സ്റ്റോൺസിന്റെ ആണ്. അതിൽ ക്രിസ്റ്റൽ ഹീലിംഗ് എന്നാണ് പറയാം. അത് ഇട്ട് കഴിഞ്ഞാല് ഒരുപാട് ഗുണങ്ങളുണ്ട്. പലതരത്തിലുള്ള ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അവരുടെ കയ്യില്. ചിലത് നമുക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പ് എല്ലാവരും തമ്മിലുള്ള ബന്ധം കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കും, വഴക്കും ബഹളങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ മനസ്സിന് കുറച്ചും കൂടെ സ്ട്രെസ് അതൊക്കെ മാറും. പിന്നെ ഫിനാൻസ് കുറച്ച് പൈസ കുറെ പ്രോസ്പെരിറ്റി അങ്ങനെ പല സെക്ടേഴ്സിനുള്ളതൊക്കെയാണ്. അതൊക്കെയാണ് അവരുടെ ഋതു ചക്രയിലുള്ളത്. ഇപ്പൊ ഇത് അവരുടെ വക അവര് ചേച്ചിക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നിരിക്കുന്ന വേറെ എന്തോ ഒരു ഐറ്റാണ്. ചേച്ചി തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്താന്ന് എനിക്ക് അറിയണില്ല. ഇതാ അവരുടെ വക അതൊക്കെ ഉള്ളതാണ് ഋതു ചക്ര. ഇതെന്താണ് ചേച്ചിക്ക് സ്പെഷ്യൽ ആയിട്ട് അവര് തന്നു വിട്ടതാ. ഇതെന്താന്ന് എനിക്ക് അറിയുന്നില്ല. എന്താ
ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ് അപ്പം അത് അപ്പൊ ഇത് എല്ലാം നാച്ചുറൽ സ്റ്റോൺ ഇതെല്ലാം കൂടെ ചേർന്ന് അതെ നിവർത്തുന്നതാണ് ഷോ പീസ്. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പോസിറ്റീവ് ഇതാണ്. ഫുൾ പോസിറ്റീവ് എല്ലാ സ്റ്റോണും ഉണ്ട്. മനസ്സിലായി പോസിറ്റീവ് ഉള്ള ആൾക്കാരുടെ കുറച്ചുകൂടി നല്ല പോസിറ്റീവ് ആയിട്ടൊക്കെ ഇരിക്കട്ടെ. നെഗറ്റീവ് ഒക്കെ അങ്ങോട്ട് എല്ലാം നെഗറ്റീവ് അങ്ങോട്ട് തൂത്ത് കളഞ്ഞു വിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. അതാണ് ബാക്കി എല്ലാവർക്കും ഇതിന് ഏതെങ്കിലും ഒരു സിംഗിൾ സ്റ്റോണാ വരിക. ചേച്ചിക്ക് ഇപ്പൊ ഇതിപ്പോ എല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ളതാണ്. അപ്പൊ ചേച്ചി നല്ലൊരു സ്ഥലം നോക്കി വെച്ചോ.